സോ വെള്ളിയാഴ്ച രാത്രിയിലത്തെ മെയിൻ ഒരു റുട്ടീനാണ് സാറ്റർഡേ സൺഡേ സൺറൈസ് കാണാൻ ഇങ്ങോട്ട് പോകാനുള്ള തപ്പൽ. സോ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇരുന്ന് തപ്പി 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 ലാസ്റ്റ് ഒരു സ്ഥലം കിട്ടും, എങ്ങനെയൊക്കെ കിട്ടും. അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ കിട്ടിയൊരു സ്ഥലമാണ് മൈദാല ലേക്ക്. സോ അങ്ങനെ നമ്മുടെ ഇതൊരു ഫസ്റ്റ് വ്ളോഗായിരിക്കും മിക്കതും യൂട്യൂബിൽ. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മൈദാല ലേക്ക്. അതിപ്പോൾ ഇവിടെ നിന്ന് ഒരു 67 കിലോമീറ്റർ ഉണ്ട്. ഞാനിപ്പോൾ നാഗവര എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ബാംഗ്ലൂരിൻ്റെ മാനേത ടെക് പാർക്കിൻ്റെ ഒക്കെ അടുത്ത്. നമ്മൾ ഇവിടെ നിന്ന് മൈദാല പോവും അറൗണ്ട്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ. അപ്പോൾ നമ്മൾ 6 മണിക്ക് എത്തും. സൺറൈസും കൊണ്ട് തിരിച്ചു വരാം. ഇത്രേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. സ്റ്റാൻഡ് ഇട്ടിട്ടില്ല. യെസ്, നമ്മൾ ചെറിയൊരു ലഗേജ് ബാക്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലഗേജ് ഒന്നും പറയില്ല, ജസ്റ്റ് നമ്മുടെ എസെൻഷ്യൽസ് ആയിട്ടുള്ള വെള്ളം അങ്ങനത്തെ പരിപാടികളൊക്കെ ജസ്റ്റ് ബാക്കിൽ വെച്ചു. കാരണം ഈ സാധനം തോളത്തിട്ട് പോകുമ്പോൾ അത്രയും നമുക്ക് നല്ല, കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര പെയിനാണ്, ബാക്ക് പെയിൻ വരും, അപ്പർ ബാക്ക് പെയിൻ. അപ്പോൾ അതിന് വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മളത് കെട്ടി വെച്ചിട്ടുണ്ട്. വി ആർ ഹെഡിങ്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അവിടെ, ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ സൺഡേ പോയപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരത്തിൻ്റെ ആൾക്കാരെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പക്ഷേ നല്ല ബൈക്കുകൾ കാണാൻ പറ്റിയെന്ന്. ഇന്ന് നമുക്ക് തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോകണമെന്ന് അറിയില്ല. സൺറൈസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ മൊത്തത്തിലൊരു ക്ലൗഡി ക്ലൈമറ്റാണ്. ഇവിടെ നിന്ന് നമുക്ക് ചെറിയൊരു ഹൈവേ ഉണ്ട് കേട്ടോ, ചെറിയൊരു, ഇവിടെ മറ്റേ മാംഗ്ലൂർ റോഡാണ്. പിന്നെ നമുക്ക് ഇതന്നെ കീപ്പ് ഓൺ ചെയ്ത് പോയാൽ മതി. ഈ റോഡ് കീപ്പ് ഓൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് അധികം കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് റൈറ്റ്. ആ റൈറ്റും നമുക്ക് കുറച്ച് നേരം ജസ്റ്റ് ഒരു 3 കിലോമീറ്റേഴ്സ് 3 കിലോമീറ്റർ കൊണ്ട് പോയി കഴിഞ്ഞാൽ നേരെ മൈതാലെത്തും. ഇത്ര സിമ്പിളാണ് ഇവിടെ പോകാൻ. റോഡുകളൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് റൂട്ടാണ്. ഭയങ്കര സുഖവും എല്ലാവരും അതുകൊണ്ട് പ്രിഫർ ചെയ്യണ സ്ഥലമാണ്. അതായത് ഫുൾ ഹൈവേ ജസ്റ്റ് ഒരു പക്ഷേ അങ്ങനെ പോകുന്നൊരു രസമില്ല. നമുക്ക് ഇവിടെ നിന്ന് മൈദാല ലേക്ക് സൺറൈസ് കണ്ടിട്ട് നമുക്ക് DD ഹിൽസ് പോകാം. പക്ഷേ ബിക്കോസ് ഈ ലേക്കിൻ്റെ അവിടെ നിന്ന് DD ഹിൽസ് പോകുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫോറസ്റ്റ് റൂട്ടിൽ പോകുക. അത് അടിപൊളി റൂട്ടാണ്. ഫസ്റ്റ് കുറച്ച് റോഡ് മോശമാണ്, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി റൂട്ടാണ്. അത് പോകാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. മഴയാണെങ്കിൽ നമ്മൾ പോവില്ല, അല്ലെങ്കിൽ നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് മറ്റേ മൈദാല ലേക്കിലോട്ടുള്ള വഴി ഇങ്ങോട്ട് കടന്നു. ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ മറ്റേ അമ്പലം. അവിടെ ഫുൾ ഫോഗാണ്, ഫുൾ ഫോഗ്. ഇത് അമ്പലം. നമുക്ക് അമ്പലത്തേക്കാണെങ്കിൽ നേരെ ഇങ്ങനെ കയറാം. പക്ഷെ നമുക്ക് ബൈക്കും കൊണ്ട് പോകാനുള്ളൊരു വഴിയുണ്ട്, അത് ഈ കോഡ് ഇങ്ങനെ പോകണം. ഓ നൈസ്, കറക്റ്റ് ടൈം കേട്ടോ. കറക്റ്റ് ടൈം എന്ന് വെച്ചാൽ കറക്റ്റ് ടൈം. സൂര്യൻ ജസ്റ്റ് പൊന്തിയില്ല എന്നുള്ള ഇതില്ല, ചെറിയ ലേറ്റ് വന്ന് തുടങ്ങി. നല്ല കോൾഡ് ക്ലൈമറ്റ് ഉണ്ടോ. മല എൻ്റെ മുകളിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിപ്പോൾ തുറന്നുണ്ടാവില്ല, അതെനിക്ക് തോന്നുന്നു 6 മണിൻ്റെ തുറക്കുള്ളൂ. ഓ മായൻ, ഇതാണ് ലേക്ക്. കണ്ടോ, രക്ഷിത സീൻ. ഇവിടെ ആരില്ല എന്നുണ്ട് കേട്ടോ. കുറച്ച് പേരുണ്ട്. ലേക്ക് തുറന്നുകൊണ്ട് നമുക്ക് മുകളിൽ പോവാം. ഓക്കെ, ഇത് ഭയങ്കര കയറ്റാട്ടത്, ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ സീൻ കയറ്റാ. ഓക്കെ, ഇതിൽ നിന്ന് ഇങ്ങനെ വീണ് കഴിഞ്ഞാണ്ടോ ഉരുണ്ടങ്ങ് പോവും, അമ്മാതിരി കയറ്റ. ഇതങ്ങോട്ട് ചെന്ന് കയറും പോകുമ്പോ സീൻ. ഭാഗ്യത്തിന് മഴയില്ല, മഴ ഉണ്ടെങ്കിൽ കോളമായതിനാല്. ഗ്ലൗസ് ഇട്ടില്ല, ഗ്ലൗസ് ഇടാണ്ട് നടക്കുന്നു. അയ്യോ,
ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. യു വിൽ ട്രൈ ദാറ്റ് റൂട്ട്. ഇത് നമ്മുടെ മെയിൻ സ്ഥലം ഉണ്ടോ, പക്ഷെ നമുക്ക് ഇതിൽ കൂടെ ഒന്ന് പോയേക്കാം. ഇത് ഞങ്ങൾ ഒന്ന് കുറച്ച് വേണ്ടി ഓഫ് റോഡ്. മോനെ നീ സ്ഥലം കേട്ടോ. നല്ല ഫ്രെയിം ഉണ്ട് കേട്ടോ അവിടെ. ഇനി നമ്മൾ ഡി ഡി ഹിൽസിലോട്ട് പോകാം. പക്ഷേ ഇവിടെ നിന്ന് ഡി ഡി ഹിൽസ് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക റൂട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞേ. നമുക്കൊരു എന്താ പറയുക, ഒരു കാട്ടിക്കൂടെയൊക്കെ പോയിട്ടുള്ളൊരു വഴിയുണ്ട്. കാട് പോലത്തെ ഒരു സ്ഥലം, കാടാണോ എനിക്കറിയില്ല, പക്ഷെ നല്ല വഴിയത്. അതിൽ കൂടെ നമുക്ക് പോയേക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ കാട് ഏരിയ എത്തിക്കാണ്. ഇനി മൊത്തം നമുക്കൊരു എന്താ പറയുക, ഒരു മൂഡി ഫീലായിരിക്കും. പോവാം പോലെ. യെസ്, റോഡ് ഇസ് അമേസിങ് അല്ലേ, സൂപ്പർ റോഡാട്ടോ, ഒരു രക്ഷയില്ലാത്ത റോഡാ. ആൾക്കാർ റോഡുണ്ടോ ശ്രദ്ധിക്കുന്നു, ബാക്കിയൊക്കെ നോക്കാൻ വെച്ചിട്ട് സൂപ്പർ. ആ മോനെ സീൻ കറുകള് ചത്തോ. എൻ്റെ മോനെ സീൻ റോഡ് എന്ന് വെച്ചാൽ സീൻ റോഡ്. ഡൗൺ വഴി നോക്കി ഇങ്ങനെ എടുക്കണം. ഈ ഒരു വഴി ഓടിക്കാനാണ് ഞാൻ ആക്ച്വലി ഇന്ന് ഇറങ്ങി പുറപ്പെട്ടത്. ഈ ഒരു വഴി, ജസ്റ്റ് ഈ ഒരു വഴി ഓടിക്കാൻ. അമ്മ എഡിക്റ്റീവ് വഴിയാണ്. ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ഓടിക്കും. ബട്ട് ഇറ്റ് ഈസ് സോ എഡിക്റ്റീവ് ഇൻ എവ്രി വേ. ഇവിടെയും 10 രൂപ. ഇവിടെയും 10 രൂപ കേട്ടോ. എല്ലായിടത്തും 10 രൂപയാണല്ലോ. എന്ത് പക്ഷേ ഹെയർ പിൻ നല്ല റോഡാണ്. പക്ഷെ ഇത് ഹെയർ പിൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇഷ്ടമല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ കർവ് ചെയ്ത് പോണ വഴികളല്ലേ അടിപൊളി. ഹെയർ പിനാകുമ്പോൾ നമുക്ക് പക്കാ സ്ലോ ആക്കാം. സേഫ്റ്റി മാറ്റേഴ്സ്. ഓ മൈ ഗോഡ്. ഇനി ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു ലേക്ക് ഉണ്ട്. അത് ഇവിടുത്തെ ഡി ഡി ഹിൽസിൻ്റെ ഒരു ലേക്ക്, ദേവനാരായണ ദുർഗ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. ദേവനാരായണ ദുർഗ എന്താണ് ഇതിൻ്റെ ഡി ഡിയുടെ ഫുൾ ഫോം. ഉറപ്പില്ല, അങ്ങനെ തോന്നുന്നുണ്ട്, ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ലേക്ക് കൂടി ഉണ്ട്, അതുകൂടി കണ്ടു. അവിടെയും തിരക്കായിരിക്കും. അവിടെ വെച്ചിട്ട് ബൈക്കിൻ്റെ കുറച്ച് ഷോട്ട്സ് കൊണ്ട് എടുക്കാം.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ മൈതാല പോയി, അതുപോലെ ഡീറ്റെയിൽസ് വന്ന് മുകളിലേക്കൊന്നും പോയില്ല, എന്നാലും സ്റ്റിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയൊന്നുമില്ല, ഇന്ന് നേരെ വീട്ടിൽ പോവുക, ഫുഡ് കഴിക്കുക, പിന്നെ കിടന്നുറങ്ങുക. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ, സീ യു ലേറ്റർ, ബൈ ബൈ.